സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പോലീസിന്റെ പെരുമാറ്റത്തിൽ പരാതിയുണ്ടെങ്കിൽ ഇനി ഓൺലൈനായി പരാതി നൽകാം. പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കം. പോലീസുമായി ഇടപെടൽ നടത്തുമ്പോൾ മോശം അനുഭവം ഉണ്ടാകാറുണ്ടോ? അതിനെതിരെ പരാതി എവിടെ നൽകുമെന്നറിയാതെ സംഭവം വിട്ടുകളയാറാണോ പതിവ്? എന്നാൽ ഇനി അങ്ങനെ എവിടെ പരാതി നൽകുമെന്നറിയാതെ ബുദ്ധിമുട്ടേണ്ട. പോലീസിന്റെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ ഓൺലൈനായി പരാതി നൽകാം. QR കോഡ് സ്കാൻ ചെയ്താണ് ഇനി ഓൺലൈനായി പരാതി നൽകാൻ കഴിയുക. പദ്ധതി ഇന്നു മുതൽ മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു. വൈകാതെ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കും. മലപ്പുറം ജില്ലയിലും തൃശൂർ സിറ്റിയിലുമാണ് തുടക്കത്തിൽ ഈ സേവനം ലഭ്യമാവുക. സംസ്ഥാന വ്യാപകമായി പദ്ധതി ഉടൻ നടപ്പിലാക്കും. സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവർക്ക് പോലീസുകാരുടെ പെരുമാറ്റത്തിൽ പരാതികളുണ്ടെങ്കിൽ അവിടെ തന്നെയുള്ള QR കോഡ് സ്കാൻ ചെയ്ത് പരാതി നൽകാം. ഇങ്ങനെ നൽകുന്ന പരാതികൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ലഭിക്കുക. അതിനാൽ തന്നെ വൈകാതെ പരാതിയിൽ നടപടിയുണ്ടാകും. പോലീസിൽ നൽകുന്ന പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെങ്കിൽ ഓൺലൈനിൽ പരാതി നൽകാം. സ്റ്റേഷനുകളിൽ QR കോഡ് പതിപ്പിച്ചിട്ടുണ്ട്. പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഓൺലൈൻ സംവിധാനങ്ങൾ സഹായകമാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി S. ശശിധരൻ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ ഒരു പുതിയ സംവിധാനം എല്ലാ പോലീസ് സ്റ്റേഷനുകളും നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആണിപ്പോൾ ഇവിടെ ഈ മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഒഫീഷ്യൽ ഇന്നോഗ്രേഷനാണ് ആ പദ്ധതിയുടെ. മറ്റൊന്നല്ല, അവിടെ സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളോട് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറുന്നുണ്ടെന്നും ഒരു പരാതിക്ക് പ്രോപ്പറായിട്ട് റെസീപ്റ്റ് നൽകുന്നുണ്ട്, പരാതി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ FIR ഇട്ട് കഴിഞ്ഞാൽ FIRന്റെ കോപ്പി പരാതിക്കാരൻ നൽകുന്നുണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആയത് ഉറപ്പുവരുന്നതിന്റെ ഭാഗമായിട്ട് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരു QR കോഡ്, അത് പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് വെക്കും. പേസ്റ്റ് ചെയ്ത് വെച്ച് ഇപ്പോൾ പരാതിയായിട്ട് വരുന്നവർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അവർക്ക് തൃപ്തി ഉണ്ടാവാതെ വരികയോ അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് റെസിപ്റ്റ് നൽകാതിരിക്കുകയോ FIRന്റെ കോപ്പി അവർക്ക് ലഭിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ ഫോണിലുള്ള സ്കാനർ ഉപയോഗിച്ചിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഗൂഗിൾ ഫോമിലേക്ക് അത് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ഗൂഗിൾ ഫോമിൽ അവരുടെ പേര്, ഒരു മൊബൈൽ നമ്പർ എന്നിവ അടിച്ചുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനത്തിൽ തൃപ്തരാണോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിൽ അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതിന് താഴെ ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ടാവും. എന്തുകൊണ്ട് തൃപ്തരല്ല എന്നുള്ളത് ഓപ്ഷൻസ് പരാതി പ്രോപ്പറായി സ്വീകരിച്ചിട്ടില്ലേ, പരാതിക്ക് റെസിപ്റ്റ് കിട്ടിയിട്ടില്ലേ, FIR ഇട്ടതിന് അതിന്റെ കോപ്പി കിട്ടിയില്ലേ തുടങ്ങിയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവരത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഓഫീസിൽ കിട്ടും. അത് അവിടെ നിരീക്ഷിക്കുന്നതായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്പെഷ്യലായിട്ട് അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിട്ടി അപ്പം തന്നെ റിയൽ ടൈമായിട്ട് തന്നെ നമുക്ക് അവരുടെ പരാതിക്ക് പരിഹാരം കാണാൻ പറ്റും. അവർ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് എന്താണോ കിട്ടേണ്ട നീതി അത് കിട്ടാനുള്ള നടപടി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്യുന്നത്. ഇതിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷനാണ്. ഇപ്പോൾ ഈ സമയത്ത് തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനും ഇത് ഇവിടെ QR കോഡ് പതിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊരു വലിയ ജില്ലയായതുകൊണ്ട് ഇപ്പോൾ തിരൂര് തന്നെ ചങ്ങരംകുളം ഭാഗത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കോത്തുവൽ ഭാഗത്തുള്ള ആളുകൾക്ക് ഒക്കെ കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഇവിടെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ അവർക്ക് അവരുടെ പരാതിക്ക് പരിഹാരം കിട്ടിയില്ല എന്ന് എന്നോട് നേരിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് അവരുടെ സമയനഷ്ടം, ധനനഷ്ടമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് റിയൽ ടൈമായിട്ട് തന്നെ ജില്ലാ പോലീസ് ഓഫീസിലേക്ക് അറിയിക്കുന്നതിനും അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അവർക്ക് നടപടി നടപ്പാക്കി കൊടുക്കുന്നതായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.